പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു കൂറ്റൻ സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അങ്ങേയറ്റം അപകടകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വൻതോതിലുള്ള വ്യോമാക്രമണം നടത്താൻ വാഷിംഗ്ടൺ ഒരുങ്ങുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ മേഖലയിലാകെ കടുത്ത ഭീതി പടർന്നിട്ടുണ്ട്. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ മേഖലയിൽ ഒരു സർവനാശത്തിന് വഴിവെച്ചേക്കാവുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയോട് പരസ്യമായും രഹസ്യമായും ആവശ്യപ്പെട്ട് സൗദി അറേബ്യ രംഗത്തെത്തി. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ഇറാനെതിരായ അതിരൂക്ഷമായ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനെതിരായ സൈനിക നടപടി കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി ഒതുങ്ങില്ലെന്നും അത് പശ്ചിമേഷ്യ ഒന്നാക്കി വിഴുങ്ങുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധമായി പടരുമെന്നും സൗദി കിരീടാവകാശി ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ആക്രമണ പദ്ധതികളുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വ്യക്തത തേടിയ സൗദി നേതൃത്വം സൈനിക നടപടിക്ക് പകരം നയതന്ത്രപരമായ വഴികൾ തേടേണ്ടതിന്റെ അത്യന്താപേക്ഷിതത്വം വൻ ശക്തിയായി അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ജോർദാനിലെ യുഎസ് സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ തുടരുന്ന സംഘർഷ അന്തരീക്ഷവുമാണ് അമേരിക്കയെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചത്. ജോർദാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം വാഷിംഗ്ടണിലെ ഭരണകേന്ദ്രങ്ങളിൽ കടുത്ത അമർഷത്തിന് കാരണമായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണം ഇറാന്റെ പ്രമുഖ ഊർജ്ജ നിലയങ്ങളെയും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പെന്റഗൺ പദ്ധതി തയ്യാറാക്കിയത്. 10 മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ വ്യോമാക്രമണ പരമ്പരയ്ക്ക് അമേരിക്കൻ സൈനിക കമാൻഡ് തുടക്കമിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളാണ് മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങളെ ഭീതിയിലാഴ്ത്തിയത്. അമേരിക്കയിൽ നിന്നുള്ള ഇത്തരം ഒരു കടുത്ത ആക്രമണം ഉണ്ടായാൽ സമാനതകളില്ലാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയോ ഇസ്രയേലിനെയോ മാത്രമല്ല ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നതോ അതിനായി തങ്ങളുടെ മണ്ണും വ്യോമാതിർത്തിയും വിട്ടുകൊടുക്കുന്നതോ ആയ ഏതൊരു ഗൾഫ് രാജ്യത്തിന്റെയും ഊർജ കേന്ദ്രങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഈ ഭീഷണി ഗൾഫ് മേഖലയിലെ മറ്റ് രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ലോക എണ്ണ വിപണിയുടെ നട്ടെല്ലായ സൗദി അറേബ്യയ്ക്കും യുഎഇക്കും കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. മുൻകാലങ്ങളിൽ തങ്ങളുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണത്തിന് വഴി തുറക്കരുതെന്ന നിലപാടിലാണ് റിയാദ്. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി രാജകുമാരൻ ഖാലിഫ് ബിൻ സൽമാൻ വാഷിംഗ്ടൺ സന്ദർശിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും തങ്ങളുടെ രാജ്യത്തിനുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും സൗദി പ്രതിരോധ മന്ത്രി അമേരിക്കൻ നേതൃത്വത്തെ നേരിട്ട് ധരിപ്പിച്ചു. സൗദിക്ക് പുറമെ ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളും അതിവേഗത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളുമായി രംഗത്തുണ്ട്. മേഖലയിലെ പ്രധാന ശക്തികൾ ഒരുമിച്ച് നിന്ന് സംഘർഷത്തിന് അയവ് വരുത്താൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ദോഹ കേന്ദ്രീകരിച്ച് ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ അതിനിർണായകമാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുമായും അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായും ഖത്തർ അധികൃതർ നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഉപരോധങ്ങളും സംഘർഷവും കാരണം അടഞ്ഞുകിടന്നിരുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മേഖലയിലെ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. അമേരിക്കൻ അധിനിവേശത്തെയും ആക്രമണ നീക്കങ്ങളെയും എല്ലാം ചെറുക്കാൻ തങ്ങൾ സജ്ജമാണെന്ന് അറിയിക്കുമ്പോൾ തന്നെ അയൽ രാജ്യങ്ങളുമായി അനാവശ്യമായ ഒരു ഏറ്റുമുട്ടലിന് ആഗ്രഹിക്കുന്നില്ലെന്ന സൂചനയും ടെഹ്റാൻ നൽകുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഏത് നിമിഷവും ആക്രമണം ആരംഭിച്ചേക്കാമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ഗൾഫ് മേഖലയിലെ വൻകിട നഗരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. കുവൈറ്റ്, ഒമാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയും അതിർത്തികളിൽ നിരീക്ഷണം കൂട്ടുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ അടുത്തിടെ ഉണ്ടായ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കുവൈറ്റിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളും എണ്ണ വിപണിയിൽ വൻ പ്രകമ്പനമാണ് ഉണ്ടാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നതിനും ഇത് കാരണമായി. അമേരിക്കൻ സാമ്പത്തിക രംഗത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ.
ലോകത്തിലേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ജലപാതകൾ അടഞ്ഞു പോയാൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക അമേരിക്കയ്ക്കും എളുപ്പമാകില്ല. ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത ഒരു നയതന്ത്ര പരീക്ഷണമാണ്. ഒരു വശത്ത് സ്വന്തം സൈനികർ കൊല്ലപ്പെട്ടതിന് കടുത്ത മറുപടി നൽകണമെന്ന ആഭ്യന്തര സമ്മർദ്ദവും, മറുവശത്ത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിശ്വസ്ത സഖ്യകക്ഷികളുടെ അഭ്യർത്ഥനയും ട്രംപിന് മുന്നിലുണ്ട്. വാഷിംഗ്ടൺ പൂർണ്ണ തോതിൽ ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ അതിന്റെ പ്രത്യാഘാതം കേവലം സൈനിക തലത്തിൽ മാത്രം ഒതുങ്ങില്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും വൻതോതിലുള്ള ജനവിഭാഗങ്ങളുടെ കുടിയേറ്റത്തിനും അടിസ്ഥാന വികസനങ്ങളുടെ തകർച്ചയ്ക്കും ഇത് കാരണമാകും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളും നിലവിലെ സാഹചര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവിഭാഗവും അടിയന്തരമായി വെടിനിർത്തലിന് തയ്യാറാകണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ ശാക്തിക പോരാട്ടത്തിൽ നയതന്ത്ര സംഭാഷണങ്ങൾക്ക് വഴി തുറക്കാൻ മേഖലയിലെ അറബ് രാഷ്ട്രങ്ങൾ നൽകുന്ന ഭീമമായ സമ്മർദ്ദത്തിന് എത്രത്തോളം ഫലം കാണാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയെ ഒന്നെങ്കിൽ സമാധാനത്തിന്റെ നയതന്ത്ര വഴികളിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ലോക മഹായുദ്ധ തുല്യമായ അവസ്ഥയിലേക്ക് നയിക്കാം. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ വൻ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് ഈ വികസനങ്ങൾ നിരീക്ഷിക്കുന്നത്.